പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ ഇപ്പോഴുള്ള കറണ്ട് എനർജി എന്താണ്? നിങ്ങളുടെ കറണ്ട് എനർജിയാണ് എടുക്കുന്നത്. ഓക്കെ, നിങ്ങൾ മനസ്സിൽ ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ആലോചിക്കുന്നതായിട്ടുള്ള വ്യക്തിയുടെ നിങ്ങളെ പ്രതി, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി അവരുടെ എനർജി എന്താണ്? ഓക്കെ, നിങ്ങളുടെ എനർജി കാർഡ്സിന് നൽകുക. ഓക്കെ, പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ് നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് പുതിയ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ പുതിയ കാര്യങ്ങളെ തേടി പോകുന്ന ഒരു പോസിറ്റീവ് എനർജിയിലാണ് നിൽക്കുന്നത്. ദ വേൾഡിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. സണ്ണ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഏസ് ഓഫ് കോയിനും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഗോളുകളെ സെറ്റ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകുവാൻ നിങ്ങൾ ശ്രമിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ വന്ന എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ ഗുണപാഠമായി എടുത്തുകൊണ്ട്, നിങ്ങളുടെ പാസ്റ്റിൽ സംഭവിച്ച കാര്യങ്ങൾ നിങ്ങളുടെ മുന്നോട്ടുള്ള പ്രചോദനമാക്കി എടുത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു പോസിറ്റീവ് എനർജിയിൽ നിൽക്കുന്ന വ്യക്തികളെയാണ് ഇപ്പം നിലവിൽ കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നിങ്ങളെ പ്രതി, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇത് ചാരിയറ്റിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ഒരു യാത്ര ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് കടന്നു വരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് അവർ ഒരുപാട് ചിന്തിക്കുന്നതായി കാണുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് വന്ന് നിങ്ങളുമായിട്ടുള്ള ചില കാര്യങ്ങൾ, ഇമോഷണൽ പരമായിട്ടുള്ള ചില കാര്യങ്ങൾ പങ്കുവെക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നതായി കാണുന്നു. ഓക്കെ, അവർക്ക് നിങ്ങളോട് ഇപ്പോൾ ഒരു പോസിറ്റീവ് ഫീലിങ്സ് ആണ് ഉണ്ടാകുന്നത്. നിങ്ങളോട് ഒരുപാട് സ്നേഹം തോന്നുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ഇതുവരെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു ചേഞ്ച് വരണമെന്ന് അവർ ചിന്തിക്കുന്നു. ഒന്നുകിൽ നിങ്ങൾ നോ കോൺടാക്റ്റോ അല്ലെങ്കിൽ ലെസ് കോൺടാക്റ്റോ ബ്രേക്കപ്പിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ അതിൽ നിന്നെല്ലാം ഒരു മാറ്റത്തെ അവർ ആഗ്രഹിക്കുന്നതായി കാണുന്നു. ഓക്കെ, ഇതിന് പ്രപഞ്ചം നിങ്ങൾക്ക് എന്ത് മറുപടിയാണ് നൽകുന്നതെന്ന് നോക്കാം. പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ് ഈ ഒരു എനർജിയുമായി ബന്ധപ്പെട്ട് രണ്ട് വ്യക്തികൾക്കും പരസ്പരം ഒന്നാകണം എന്നുള്ള ഒരു എനർജിയുണ്ട്. അതിന് പ്രപഞ്ചം നൽകുന്ന മെസ്സേജ് എന്താണ് ഈ വ്യക്തികളുമായി ബന്ധപ്പെട്ട്? നൈറ്റ് ഓഫ് കപ്പ്, നൈറ്റ് ഓഫ് വാണ്ട്, എയ്റ്റ് ഓഫ് സോർഡ്. ഓക്കെ, നിങ്ങളിലേക്ക് കടന്നു വരണമെന്നുണ്ട്, പ്രപഞ്ചം അതിനെ അനുവദിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ചിന്തകളിൽ നിങ്ങൾക്കൊരു മാറ്റം കൊണ്ടുവന്നേ മതിയാകുകയുള്ളൂ. ഓക്കെ, രണ്ടുപേരുടെ ഭാഗത്തും നിങ്ങൾ പോസിറ്റീവായിട്ട് കാണുന്നു, പ്രവർത്തിക്കുന്നു, മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്നു. നല്ല രീതിയിൽ തന്നെ എനർജിയുണ്ട്. ഈ റിലേഷൻഷിപ്പ് രണ്ടുപേർക്കും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള താല്പര്യങ്ങളുണ്ട്. പക്ഷേ നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ മാർഗ്ഗത്തിനെ തടസ്സപ്പെടുത്തുന്നതായി കാണുന്നു. നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ടായിരിക്കാം. കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിച്ചുകൊണ്ട് പ്രസന്റിനെ നിങ്ങൾ അതുപോലെയുള്ള എനർജിയെ സൃഷ്ടിക്കുന്നതായി കാണുന്നു. അതൊരു പക്ഷേ നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. അത് നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നു. പ്രപഞ്ചം നിങ്ങളെ അനുവദിച്ചിരിക്കുന്നു ഒന്നാകുന്നതിന്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലെ ബ്ലോക്കുകളെല്ലാം മാറ്റുന്നതിന് പ്രപഞ്ചം അനുവദിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ നിങ്ങളുടെ ചിന്തകളെ മാറ്റേണ്ടതായിട്ടുണ്ട് എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ് ക്ലാരിഫൈ ചെയ്യുന്നു. എയ്റ്റ് ഓഫ് സോഡിന്റെ എനർജി, എയ്റ്റ് ഓഫ് സോഡ്, വീണ്ടും ഏസ് ഓഫ് സോഡാണ് കടന്നു വന്നിരിക്കുന്നത്. ചിന്തയാണ് പറയുന്നത്. നിങ്ങളുടെ വാക്കുകൾ പലതായി തീരാതെ, അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ പലതായി തീരാതെ നിങ്ങൾ ഉറച്ച ഒരു നിലപാടെടുക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. പല ചില സമയത്ത് നമ്മൾ പരാജയങ്ങൾ, നെഗറ്റീവ്, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, ഇത് ശരിയാകത്തില്ല, മറ്റേതെങ്കിലും വ്യക്തികളിലേക്ക് അവർ പോയിട്ടുണ്ടായിരിക്കാം എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും പഴിചാരുന്നതായിട്ടും, അല്ലെങ്കിൽ പഴയ കുറ്റങ്ങൾ എടുത്ത് ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ പറയുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. നിങ്ങൾ കാണുന്നില്ല, കാണാത്ത ചില കാര്യങ്ങളെ നിങ്ങൾ ആലോചിച്ച് അത് നെഗറ്റീവാക്കി മാറ്റുന്ന എനർജി. അപ്പോൾ അങ്ങനെയുള്ള ചിന്തകൾ മാറ്റിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും കൃത്യമായിട്ടുള്ള വീക്ഷണം ഉണ്ടായിരിക്കണം. മാത്രമല്ല നിങ്ങൾ എടുക്കുന്ന ഡിസിഷനും കൃത്യമായിരിക്കണം. അതിൽ തന്നെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾ ശീലിക്കേണ്ടതായിട്ടുണ്ട് എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. നമ്മൾ പല പ്രാവശ്യം പലതും ചിന്തിക്കുമ്പോൾ യൂണിവേഴ്സിന് അതിൽ ആക്ഷൻ എടുക്കാൻ പറ്റാതെ പോകും. നിങ്ങൾ തന്നെ ഒരു ടാക്സിയിൽ പോകുന്ന സമയത്ത് നിങ്ങൾ ആ ഡ്രൈവറോട് പറയാണ് കൊച്ചിയിലേക്ക് പോട്ടെ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ തിരുവനന്തപുരത്തേക്ക് പോട്ടെ എന്ന് പറഞ്ഞ് വഴി മധ്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഓടിക്കുന്ന അവസ്ഥ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്താണ്, ഡ്രൈവർ കാർ അവിടെ ഇട്ടിട്ട് നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കുക എന്ന് പറഞ്ഞ് അത് അവിടെ ഇട്ടിരിക്കും. അത് തന്നെയാണ് പ്രപഞ്ചവും ഇവിടെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു വാക്കിൽ ഉറച്ചു നിൽക്കുക എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. നിങ്ങൾക്കൊരു വ്യക്തിയെ ജീവിതത്തിൽ വേണമെങ്കിൽ അതിന് എന്തൊക്കെ സംഭവിച്ചിരുന്നാലും ആ വ്യക്തി വരുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കുക. ഓക്കെ, ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ യുക്തിപരമായി ചിന്തിച്ച് നിങ്ങളെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി നിങ്ങളുടെ മാനസിക നിലയെ കൃത്യമാക്കി മുന്നോട്ട് കൊണ്ടുവെക്കുന്ന ഡിസിഷൻ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ യുക്തിപരമായി എടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണിന് വേണ്ടി ഒരു 10 വർഷം കാത്തിരിക്കുകയാണെന്ന് വെച്ചോ, ആ 10 വർഷം നിങ്ങൾക്ക് നഷ്ടമാകുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഓജസ്സും തേജസ്സും ഒക്കെ നഷ്ടപ്പെട്ടു പോകുകയാണ് ഒരു വ്യക്തിക്ക് വേണ്ടി. അതിനുശേഷം ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന് പോലും നിങ്ങൾക്ക് അറിയില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സ്നേഹം കാരണം നിങ്ങൾ ആ ഒരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണമോ, അല്ലെങ്കിൽ ആ വ്യക്തി വരുമ്പോൾ വരട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങളെ തന്നെ സ്നേഹിച്ചുകൊണ്ട്, നിങ്ങളുടെ സെൽഫ് ലവ് ചെയ്തുകൊണ്ട്, നിങ്ങളുടെ ഗോളുകളെ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകണമോ വേണ്ടയോ എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ തീരുമാനിക്കുക എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഓക്കെ, രണ്ടുപേർക്കും സ്നേഹമുണ്ട് ഇവിടെ, പക്ഷേ ചിന്തകളിലും ചില പ്രശ്നങ്ങൾ വരുന്നതായി കാണുന്നു. ഒരു പക്ഷേ ഇത് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിരിക്കാം, രണ്ടുപേർക്കും ഫാമിലി ഉണ്ടായിരിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും ചേരാത്ത വണ്ണം രണ്ടുപേരും രണ്ട് ദിശയിലേക്ക് മാറിപ്പോയിട്ടുള്ള വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങളിൽ നിങ്ങൾ നെഗറ്റീവ് അടിച്ചിരിക്കുന്ന വ്യക്തികളായിരിക്കാം. ആര് തന്നെ ആണെങ്കിൽ തന്നെയും രണ്ട് വ്യക്തികളുടെ മനസ്സിലും സ്നേഹം നിലവിലുണ്ട്. ഇപ്പോൾ എടുക്കുന്ന ഈ കറണ്ട് എനർജിയിൽ രണ്ടുപേർക്കും നല്ല സ്നേഹമുള്ളതായിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷേ അത് നിങ്ങളുടെ ചിന്തകൾ കാരണം രണ്ടുപേർക്കും മുറിവേൽക്കുന്ന രീതിയിലുള്ള നെഗറ്റീവ് മെസ്സേജുകൾ നിങ്ങൾ പോലും അറിയാതെ തന്നെ ഈ യൂണിവേഴ്സിലേക്ക് നിങ്ങൾ പരസ്പരം അയച്ചുകൊണ്ടിരിക്കുന്നത് നെഗറ്റീവ് ഊർജ്ജങ്ങളെയാണ്. ആ നെഗറ്റീവ് ഊർജ്ജങ്ങൾ നിങ്ങളുടെ മാർഗ്ഗത്തെ തടസ്സം ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സിന്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു,
ഈ വ്യക്തികൾക്ക് ഇപ്പോൾ ഈ എനർജിയിൽ കണ്ടിരിക്കുന്നതായിട്ടുള്ള വ്യക്തികൾക്ക് റീയൂണിയൻ സാധ്യമാകുമോ? ഒരുമിച്ച് സന്തോഷത്തോടു കൂടി ഒരു റീയൂണിയൻ സാധ്യമാകുമോ? ഓക്കെ, നിങ്ങൾ ഇതിലൊരു കാർഡ് നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് നിങ്ങളുടെ പേഴ്സന്റെ പേര് 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞതിന് ശേഷം ഒരു കാർഡ് സെലക്ട് ചെയ്യുക. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തിക്ക് റീയൂണിയൻ സാധ്യമാകുമോ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് റീയൂണിയനുള്ള നല്ല സാധ്യതകൾ കാണുന്നുണ്ട്. പ്രപഞ്ചം തന്നെ അതിനെ അനുവദിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, 10 ഓഫ് കോയിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. 100% ദൈവത്തിന്റെ അനുഗ്രഹത്തോടു കൂടി നിങ്ങൾക്ക് വീണ്ടും ഒരു ഒത്തുചേരൽ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സമാധാനത്തോടും സന്തോഷത്തോടു കൂടി ഇരിക്കുക. നിങ്ങൾ പോസിറ്റീവായി ചിന്തിക്കുക. ഇതുവരെയും നിങ്ങളിൽ നിന്ന് പുറപ്പെട്ടു പോയ നെഗറ്റീവിനെ എല്ലാം ക്യാൻസൽ ചെയ്യുക. ഓക്കെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് 7 ഓഫ് കോയിൻ്റെ എനർജിയാണ്. നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളതായി കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും. നിങ്ങളൊന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട. വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം വന്നു ചേരും. ആ വ്യക്തിയുമായിട്ടുള്ള ഒരു റീയൂണിയൻ സാധ്യമാകുന്നു. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. 7 ഓഫ് കോയിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? ഓക്കെ, ഇപ്പം നിലവിൽ നിങ്ങളുടെ ചിന്തകളെയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് മുന്നോട്ട് വരുന്നതിന് തടസ്സമായിട്ട് ചില ചിന്തകൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നില്ല. ചില തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളിൽ തന്നെ ഉണ്ടായിരിക്കുന്ന നെഗറ്റിവിറ്റീസ് ആയിരിക്കാം. ഓക്കെ, ഇവിടെ അഗ്നിയാണ്, മുന്നോട്ട് കടന്നു വരാൻ സാധിക്കുന്നില്ല. അവർക്ക് ആ ഒരു കപ്പം പിടിച്ച് അവർ വരാൻ ശ്രമിക്കുന്നെങ്കിലും പിറകിലായിട്ട് ഒരു ഡെവിളിനെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അവരെ കൺട്രോൾ ചെയ്യുന്നതായിട്ടുള്ള ഒരു അന്ധകാര ശക്തി അവരുടെ പിന്നിലുണ്ട്. ഒരു തേർഡ് പാർട്ടിയാണ് കാണുന്നത്. നിങ്ങളും നിങ്ങളുടെ പേഴ്സൻ്റെയും ഇടയിൽ ഒരു തേർഡ് പാർട്ടി മാർഗത്തെ വളരെ കൃത്യമായി തന്നെ ബന്ധിച്ച് നിർത്തിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിൽ നിന്നെല്ലാം റിലീസായി വരണമെങ്കിൽ നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള മെസ്സേജ് അവർക്ക് അയക്കണം. നിങ്ങൾ അയക്കുന്നത് ചങ്ങലകളാണെങ്കിൽ വീണ്ടും അവിടെ ബന്ധിക്കപ്പെടും. നിങ്ങൾ അയക്കുന്ന ചങ്ങലകൾ എന്തൊക്കെയാണ്? എൻ്റെ പേഴ്സൺ തേർഡ് പാർട്ടി പറയുന്നത് മാത്രമേ കേൾക്കൂ, അവരുടെ വീട്ടുകാർ പറയുന്നത് മാത്രമേ കേൾക്കൂ, എൻ്റെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ട് സന്തോഷത്തിലാണ്, ഓൺലൈനിൽ ഇരിക്കുമ്പോഴത്തേക്ക് അവരോട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ചിന്തകളെല്ലാം ചങ്ങലകളാണ്. ആ ചങ്ങലകളെല്ലാം നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിൽ നിന്നും ബന്ധിച്ച് മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളിലേക്ക് കടന്നു വരുന്നതിന് അത് തടസ്സം ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള വഴി ഒരുക്കി കൊടുക്കുക. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. എത്ര തന്നെയാണെങ്കിലും എൻ്റെ പേഴ്സൺ എന്നിലേക്ക് തന്നെ മടങ്ങി വരും. ഞാൻ എൻ്റെ പേഴ്സണെ സ്നേഹിക്കുന്നത് പോലെ തന്നെ എൻ്റെ പേഴ്സണും എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള പോസിറ്റീവായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ. എൻ്റെ പേഴ്സൺ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഓരോ നിമിഷവും ഞാൻ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടിരുന്നു. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അവരോട് ഞാൻ നന്ദി പറയുന്നു എന്നൊക്കെ പറഞ്ഞ് അവർക്ക് അവരുടെ വഴി ക്ലിയർ ആക്കി കൊടുക്കുക. തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് തന്നെ കടന്നു വരുന്നതായിരിക്കും. ഓക്കെ, ഇപ്പം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് കാർഡ് എടുത്തവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റീയൂണിയൻ സംഭവിക്കും. ചില വ്യക്തികൾക്ക് റീയൂണിയൻ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സിന്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, ഈ റീയൂണിയൻ സംഭവിച്ചത് അല്ലെങ്കിൽ ഇനി റീയൂണിയൻ സംഭവിക്കാൻ പോകുന്ന വ്യക്തികൾക്കും അവരുടെ ബന്ധത്തെ ഇനി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ എന്ത് ഗൈഡൻസ് ആണ് പ്രപഞ്ചം നൽകുന്നത്? എന്ത് ഗൈഡൻസ് ആണ് നൽകുന്നത്? ഓക്കെ, നിങ്ങളിതിൽ ഒരു കാർഡ് സെലക്ട് ചെയ്യുക. ഓക്കെ, സെലക്ട് ചെയ്തിട്ട് മൊത്തത്തിലായിരിക്കും റീഡിംഗ് എടുക്കുന്നത്. സെലക്ട് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിച്ച് ഒന്ന് സെലക്ട് ചെയ്യുക. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവർക്ക് ഗൈഡൻസ് നൽകുന്നത് 5 ഓഫ് കോയിൻ, സെക്കൻഡ്, തേർഡ് ദ മജീഷ്യനാണ്. ഓക്കെ, നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവരേണ്ടതായിട്ടുള്ള നടപടി എന്താണ്? നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നല്ലതാക്കുന്നതിന് വേണ്ടി എന്ത് നടപടിയാണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവരേണ്ടത്? ഓക്കെ, അപ്പം ഫസ്റ്റ് കാർഡുകാർക്ക് 5 ഓഫ് കോയിൻ ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ റൂട്ട് ചക്ര ക്ലിയർ ആക്കുക. ഓക്കെ, ഇത് നിങ്ങൾക്ക് പല കാര്യങ്ങളും നഷ്ടപ്പെടുത്തുന്നതിന് കാരണമാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട കൃത്യമായ കാര്യം നിങ്ങളുടെ കുണ്ടലിനി ശക്തി അല്ലെങ്കിൽ റൂട്ട് ചക്രയെ നിങ്ങൾ കൃത്യമായി ക്ലിയർ ചെയ്യുക എന്നാണ് ഇവിടെ പറയുന്നത്. റൂട്ട് ചക്ര ക്ലിയർ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് നല്ല രീതിയിൽ പോകാൻ സാധിക്കുകയുള്ളൂ. അത് നിങ്ങളുടെ പ്രാർത്ഥന, മെഡിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലായിരിക്കും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം കൃത്യമായിട്ടുള്ള ഗൈഡൻസ് എടുക്കുക. പക്ഷേ നിങ്ങൾ കൗൺസിലിംഗ് എടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നേരെയാക്കി കൊണ്ടുപോകുന്നതിന് ഒരു കൃത്യമായിട്ടുള്ള ഒരു കൗൺസിലിംഗ് എടുത്ത് ബന്ധത്തിൽ വരുത്തേണ്ടതായിട്ടുള്ള മാറ്റങ്ങൾ നിർബന്ധപൂർവ്വം മാറ്റി നിങ്ങൾ മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പം യൂണിവേഴ്സ് പറയുന്നത് ബാലൻസിങ് ശരിയാക്കുക എന്നാണ്. 5 നമ്പറാണ് ഇവിടെ വന്നിരിക്കുന്നത്. 5ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ എന്ന് നോക്കുക. നിങ്ങൾ വിവാഹം കഴിഞ്ഞ ദിവസമോ ആദ്യമായി കണ്ട ദിവസമോ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തോ മന്തോ ഏതെങ്കിലും 5 വരുന്നോ എന്ന് നോക്കുക. ഓക്കെ, ഇവിടെ ബാലൻസിംഗിലേക്ക് കടന്നു വരുന്നതിന് നിങ്ങൾ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് എടുത്ത് മുന്നോട്ട് പോകുക. ഇനി നിങ്ങളുടെ ന്യൂമറോളജിയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, ഇപ്പം 8 നമ്പറിലുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കൽ പോലും വിവാഹം കഴിച്ചുകൂടാത്തതായിട്ടുള്ള ചില നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് 1 നമ്പർ വരെ വിവാഹം കഴിക്കുന്നതിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. 2, 3, 9 ഇങ്ങനെ നമ്പേഴ്സിൽ ബുദ്ധിമുട്ടുകൾ വരും. ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ഡേറ്റ് ഓഫ് ബർത്ത് എടുക്കുന്ന രീതി എന്ന് പറയുന്നത് ഈ 1 എന്ന് പറയുമ്പോഴത്തേക്ക് 1-ാം ദിവസം ജനിച്ച വ്യക്തിയാകാം, അല്ലെങ്കിൽ വരുന്നത് 10, അതുപോലെ തന്നെ 28 ഇതിലൊക്കെ ജനിക്കുന്നവർ 1 എന്നുള്ള നമ്പറിലാണ് വരുന്നത്. ഓക്കെ, അതുപോലെ നമുക്ക് ഓരോ നമ്പറും അതുപോലെയാണ്. 1, 2, 3, 9 ഈ വ്യക്തികളെ 8 നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് 8 വരുന്ന വ്യക്തികൾ വിവാഹം കഴിക്കുന്നതിൽ ഭയങ്കര തടസ്സങ്ങളായിരിക്കും. ഓക്കെ, രണ്ടുപേരും ഭയങ്കര കോൺഫ്ലിക്റ്റിലൂടെ കടന്നു പോകുന്ന എനർജികളായിരിക്കും. അപ്പോൾ അതിനൊക്കെ പരിഹാരങ്ങൾ നിങ്ങൾ കാണണം. പരിഹാരങ്ങൾ കണ്ട് മുന്നോട്ട് പോകണം. ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാനോ അല്ലെങ്കിൽ സ്റ്റോൺ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും റിലേഷൻഷിപ്പിൽ മാറ്റം കൊണ്ടുവരാനോ അഫർമേഷനിലൂടെയോ അങ്ങനെ ഗൈഡൻസ് എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നു. ഓക്കെ, രണ്ടാമത്തെ കാർഡ് വന്നിരിക്കുന്നത് കിങ് ഓഫ് വാൻഡ്സ്. പ്രപഞ്ചം തന്നെ പിന്നെ ചില വ്യക്തികൾക്ക്
നിങ്ങളുടെ ജീവിതത്തിൽ ഇത്ര നാൾ ഈ വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് പ്രപഞ്ചത്തിന്റെ തന്നെ ഒരു ചില നിയമങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. ആശിപ്പിക്കുന്നത് മാറ്റങ്ങളെ ഉൾക്കൊള്ളുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ആ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുക. മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ ഈ കംഫർട്ട് സോൺ പൊട്ടിക്കുവാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ, എൻ്റെ ഈഗോയിൽ ഒരു മാറ്റം വരുത്താൻ ഞാൻ തയ്യാറല്ല, ഞാൻ ഒരിക്കലും നിങ്ങളുടെ പിറകെ വരില്ല, ഞാനൊരു സോറി പറയില്ല എന്നൊക്കെ പറഞ്ഞ് തൻ്റെ ഈഗോയിൽ തന്നെ മുറുകെ പിടിച്ചിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവർക്ക് ആ ഒരു സിറ്റുവേഷനിൽ നിന്നും പുറത്ത് വരേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് മാറ്റം വരുത്തിയില്ല എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്കൊരു വലിയ മാറ്റം വരുത്തും. അത് നിങ്ങൾക്കാണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിലും ആ മാറ്റം പ്രപഞ്ചം തന്നെ കൊണ്ടുവരുത്തും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യൂണിവേഴ്സിലേക്ക് നമ്മൾ പറഞ്ഞു വിട്ടിരിക്കുന്നതായിട്ടുള്ള വാക്കുകൾ, ആ വാക്കുകളെല്ലാം ഒരു ബോംബ് പോലെയുണ്ട്. ഓക്കെ, ആ ബോംബ് പോലെ ഒരു സമയത്ത് തിരിച്ച് നമ്മളിൽ തന്നെ വന്ന് പതിക്കുന്ന ഒരു എനർജിയുണ്ട്. അപ്പോൾ നിങ്ങൾ നിരന്തരമായിട്ട് പറയുകയാണ്, കുറേ നാളായിട്ട് ഇങ്ങനെ പറയുന്നത്, നീ എന്നെ വിട്ടുപോകുമോ, നീ ശരിയാകത്തില്ല, നമ്മൾ രണ്ടും ശരിയാകത്തില്ല എന്നുള്ള വാക്കുകൾ ഇങ്ങനെ ഒരുപാട് പ്രാവശ്യം, ഏകദേശം ഒരു 10 പ്രാവശ്യത്തിൽ കൂടുതൽ നിങ്ങളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇടയിൽ ആ ഒരു സെപ്പറേഷൻ വന്നിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ തന്നെ അയച്ചിരിക്കുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ, ചില വാക്കുകളുടെ എനർജി യൂണിവേഴ്സിൽ നിന്ന് നിങ്ങൾ തിരിച്ച് സ്വീകരിച്ചേ മതിയാകുകയുള്ളൂ എന്ന് പറയുന്നു. അപ്പം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിനോട് സോറി പറയുക. എൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ ഒരു വാക്ക് വന്നിട്ടുണ്ട്, ഞാനത് ക്യാൻസൽ ചെയ്യുന്നു. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതായിട്ടുള്ള ഈ ഒരു ബന്ധത്തിൽ എനിക്കൊരു റീയൂണിയൻ ആവശ്യമാണ് എന്നുള്ള പ്രാർത്ഥനയും പോസിറ്റീവ് മെസ്സേജും യൂണിവേഴ്സിൽ തന്നെ നിങ്ങൾ അയച്ചു കൊടുക്കുക എന്ന് യൂണിവേഴ്സ് പറയുന്നു. അല്ലാത്ത പക്ഷം നിങ്ങൾ അതിനെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുക. ജീഷന്റെ കാർഡാണ് ഇവിടെ. ഈഗോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, സണ്ണിന്റെ കാർഡാണ് വന്നിരിക്കുന്നത്, ഈഗോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അവസാനിപ്പിക്കണം. അത് നിങ്ങൾക്കാണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിലും അവസാനിക്കണം. പിന്നെ സ്നേഹത്തോട് നമ്മുടെ പേഴ്സണുമായിട്ട് നല്ല സ്നേഹത്തോട് ഇരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ പറയുന്നത്, നീ എന്നെ ചതിക്കും, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ, നിന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ നിന്നെ ഡിവോഴ്സ് ചെയ്യും. അപ്പോൾ അതൊക്കെ സന്തോഷപൂർവ്വം നമ്മൾ പറയുന്നതാണെങ്കിൽ പോലും ആ വാക്കുകളെല്ലാം നമ്മൾ അയക്കുന്നതായിട്ടുള്ള വിത്തുകളാണ്. ആ വിത്തുകളെല്ലാം മുളച്ചു വരും. ഓക്കെ, അത് മുളച്ചു വരുന്ന സമയം നമ്മൾ ഒരിക്കൽ പോലും ആഗ്രഹിക്കാത്ത സമയത്തായിരിക്കും അതെല്ലാം മുളച്ചിട്ട് അതിന്റെ ഫലം നമ്മൾ കൊയ്യേണ്ടി വരുന്നത്. അപ്പം നമ്മുടെ വായിൽ നിന്നും തമാശ, യൂണിവേഴ്സിന് ഒരിക്കലും ഒരു തമാശയില്ല. തമാശകളെല്ലാം നമ്മൾ മനുഷ്യർക്ക് മാത്രമാണ് തമാശ. യെസ്, നോ, ഈ 2 വാക്കുകൾ മാത്രമേ യൂണിവേഴ്സിന്, പ്രപഞ്ചത്തിനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്, ഞാൻ തമാശയ്ക്ക് പറഞ്ഞു പോയതാണ് ദൈവമേ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. നമ്മളെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും നമ്മുടെ മനുഷ്യനെ മോശമാക്കുന്നതും നല്ലതാക്കുന്നതും ഈ ഒരൊറ്റ വാക്കാണ് അല്ലേ. നമ്മൾ ഒരു ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ പോയി നല്ല രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ആ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നമ്മൾ നല്ലൊരു വ്യക്തിയായി മാറി ഇല്ലേ. ആ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ ചെന്ന് നമ്മൾ മോശമായി സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും മോശമായ വ്യക്തിയായി മാറി. അപ്പോൾ ആ ഒരൊറ്റ നാവ് കാരണമാണ് നമുക്ക് മോശമാണോ നല്ലതാണോ എന്ന് തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമോ അല്ലെങ്കിൽ മോശം രീതിയിൽ പോകണമോ എന്ന് നിശ്ചയിക്കുന്നത് നാവാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും അതിന്റെ കാര്യം മറന്നു പോകാറുണ്ട്. നമ്മൾ പറഞ്ഞു വിട്ട വാക്കുകൾ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട്. നമ്മളിലേക്ക് വരുന്നത് മാത്രമായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്തത്. പക്ഷേ ഇതിന്റെ ഉറവിടം എന്ന് പറയുന്നത് നമ്മളിൽ തന്നെയാണ്. നമ്മളിൽ നിന്ന് പോയത് തന്നെയാണ് നമ്മളിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകുക. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ വിതച്ചിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന്റെ ബ്ലെസ്സിങ് നിങ്ങളെ തേടിയെത്തും. മജീഷ്യന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തും ഈ പ്രപഞ്ചത്തിൽ നിന്നും അഫർമേഷൻ ചെയ്തെടുക്കുവാനുള്ള ശക്തി പ്രപഞ്ചം നിങ്ങളിലേക്ക് തന്നിരിക്കുന്നു. അധികാരമാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു അധികാരത്തെ നമ്മൾ കൃത്യമായി യൂസ് ചെയ്യുക. രാജാവിന്റെ ചെങ്കോല് പിടിച്ച് യാചകനായി ഇരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം. നമ്മൾ ആരാണെന്നും നമ്മളുടെ എനർജി എന്താണെന്നും തിരിച്ചറിയുക. നമുക്ക് എന്തും ഈ ഭൂമിയിൽ നിന്നും അവകാശമാക്കി എടുക്കുവാൻ സാധിക്കും. അത് നമ്മളുടെ കഠിനാധ്വാനത്തിലൂടെ മാത്രമാണെന്ന് മാത്രം. ഓക്കെ, അപ്പം ഇതാണ് പ്രപഞ്ചം നിങ്ങളുടെ റിലേഷൻഷിപ്പ് നേരെയായി പോകുന്നതിന് നിങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ള ഗൈഡൻസ്. ഓക്കെ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഒരു കാർഡ് സെലക്ട് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിന്റെ ശക്തമേറിയ എനർജി ചോദിക്കുന്നത് എന്ത് മെസ്സേജാണ് നൽകുന്നത്? ഓക്കെ, ഫസ്റ്റ് കാർഡിന്റെ മെസ്സേജ് എന്ന് പറയുന്നത് ഹെർമിറ്റിന്റെ കാർഡാണ്. ഇപ്പോൾ അവർ മാനസികമായും ശാരീരികമായും ഒക്കെ തളർന്നിരിക്കുന്ന അവസ്ഥയാണ്. ഇപ്പോൾ അവർ അന്വേഷിക്കുകയാണ് എന്താണ് അവരിൽ വന്നിരിക്കുന്ന തെറ്റുകൾ എന്തായിരുന്നു എന്ന്, അവരുടെ ജീവിത പാഠങ്ങൾ കൊണ്ട് അവർ അന്വേഷിക്കുകയാണ് എന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പം നിങ്ങളുടെ ഇടയിൽ അവർ ടോക്സിക് ആയിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളോ അവരോ ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ വളരെ ടോക്സിക് ആയിട്ടുള്ള നിലയിൽ നിങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് എന്താണ് കാരണം, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാനുണ്ടായ കാരണം എന്താണെന്ന് അവർ അന്വേഷിക്കുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തുള്ള തെറ്റാണെങ്കിൽ അത് തിരുത്തുവാനും, നിങ്ങളുടെ ഭാഗത്തുള്ള തെറ്റാണെങ്കിൽ അത് നിങ്ങളെ മനസ്സിലാക്കി നേർവഴിയിൽ കൊണ്ടുപോകുവാനും നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് 3 ഓഫ് കപ്പിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളെന്ന് പറയുന്നത് അവരുടെ സന്തോഷമായിട്ടാണ് കാണുന്നത്. നിങ്ങളില്ലാണ്ട് അവർക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരുപാട് കാത്തിരിക്കുകയാണ് ജീവിതത്തിൽ. ഇനിയും പഴയതുപോലെ ഒരു സന്തോഷത്തിനായി അവർ കാത്തിരിക്കുകയാണ്. ഒരുപാട് കെട്ടുറപ്പുള്ള ഒരു ബന്ധമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ,
നിങ്ങളുമായിട്ട് ഒരുമിച്ച് അവർ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ക്ലോസ് ആയിട്ടുള്ള മുഹൂർത്തങ്ങൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതേക്കുറിച്ചൊക്കെ അവർ ഓർക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷിച്ച ആ ഒരു നിമിഷമാണെന്ന് അവർ പറയാൻ ആഗ്രഹിക്കുന്നു. മറ്റാരിൽ നിന്നും കിട്ടാത്ത സന്തോഷവും സ്നേഹവും കെയറിങ്ങും ഒക്കെ നിങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്ന് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, പേഴ്സണേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വന്നതിന്. അതാണ് പ്രപഞ്ചം അത്ഭുതം ചെയ്യട്ടെ. ഓക്കെ, താങ്ക് യു, ഗോഡ് ബ്ലസ് യു. പേഴ്സണൽ റീഡിംഗ് എടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ടാരോ കാർഡ് പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിലും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു, ഗോഡ് ബ്ലസ് യു.